നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് നെന്മാറയിൽ അഖില എന്ന പെൺകുട്ടിയുടെ കരച്ചിൽ. ചെന്താമരയുടെ ഭീഷണി കാരണമാണ് താൻ വീട്ടിലേക്ക് വരാതിരുന്നത്. അഥവാ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ താൻ ഇന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നുവെന്നാണ് അഖില പറയുന്നത്. അന്ന് അയാൾ എൻ്റെ അമ്മയെ കൊന്നു. ഇന്ന് അച്ഛനും മുത്തശ്ശിയും അയാളുടെ കത്തിക്കിരയായി. ഇനി അയാൾ എന്നെ കൂടി കൊലപ്പെടുത്തട്ടെ. ആ കുടുംബത്തിൽ ബാക്കിയായ കൊച്ചു പെൺകുട്ടി അഖിലയുടെ നിലവിളിക്ക് മുന്നിൽ ഈ സർക്കാരിന് എന്തു മറുപടിയാണുള്ളത്? ചെന്താമരയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പറയുന്നു. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അയൽക്കാരാണ് എന്ന ചെന്താമരയുടെ തെറ്റിദ്ധാരണ. ഇതാണ് ആദ്യ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതേ വൈരാഗ്യത്തിന്റെ പേരിലാണ് 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. 2 മാസം മുൻപാണ് ചെന്താമര ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ചെന്താമര മുമ്പ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ പറയുന്നു. ചെന്താമരയെ പേടിച്ചവൾ വീട്ടിലേക്ക് വരാറില്ല, മാറി താമസിക്കുകയായിരുന്നു. തന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും കുറെ പേരുണ്ട് എന്ന് ചെന്താമര പരസ്യമായി ആ നാട്ടിൽ കൊലവിളി നടത്തി. സജിതയും ബിന്ദുവും പുഷ്പയും തന്റെ കൊലക്കത്തിക്ക് ഇരയാകുമെന്ന് ഇയാൾ പരസ്യമായി പറഞ്ഞു നടന്നു. പോത്തുണ്ടി തിരുത്തപ്പാടം ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ തിരുത്തപ്പാടം ബോയൻ കോളനിയിൽ ചെന്താമര വെട്ടിക്കൊന്നത് പട്ടാപ്പകലാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സജിതയെ ഇയാൾ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. വീടിനുള്ളിൽ കഴുത്തിന് പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ അയൽവാസികൾ സജിതയെ കണ്ടെത്തുകയായിരുന്നു. ആരാണ് കൊല നടത്തിയതെന്ന് ആദ്യം പിടികിട്ടിയില്ല. പരിസരത്തുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം. ഒടുവിൽ സജിതയുടെ അയൽവാസിയായ ചെന്താമരയിൽ പോലീസ് അന്വേഷണം എത്തുന്നു. ഇപ്പോഴിതാ 2025 സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും അതേ വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നു. എത്രമാത്രം ക്രൂര മനസ്സാണ് ഇയാൾക്ക്! ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചതുകൊണ്ട് മാത്രം അഖില എന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ ചെന്താമരയെക്കുറിച്ച് നേരത്തെ തന്നെ അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങളുടെ ജീവൻ അപകടത്തിലാകുമോ എന്ന ഭയം അവർ പോലീസിനോട് പറഞ്ഞിരുന്നു. സുധാകരന്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഈ ഭരണകൂടത്തിന് എന്ത് ന്യായീകരണമാണ് ഈ കൊലപാതകത്തിൽ പറയാനുള്ളത്? ഒരുപക്ഷെ ചെന്താമര സൈക്കോ എന്നൊക്കെ പറഞ്ഞ് സർക്കാർ കൈകഴുകാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഇത്തരം സൈക്കോകളെ നാട്ടിൽ എന്തിനാണിങ്ങനെ സൂര്യവിഹാരത്തിന് വിടുന്നത്? സജിതയടക്കം 3 പേരെ കൊലപ്പെടുത്തുമെന്ന് 2019 ഇയാൾ വെല്ലുവിളിച്ചിരുന്നു. അതിഭയങ്കരമായ വ്യക്തിവൈരാഗ്യമുള്ള ആളാണ് ചെന്താമരയെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇയാളെ ഭയമാണ്. സജിതയെ കൊന്നിട്ടും അയാളുടെ പക തീർന്നില്ല. ജാമ്യത്തിനിറങ്ങിയപ്പോൾ ഇപ്പോഴിതാ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി. അയാളുടെ ആദ്യ കൊലപാതക ലിസ്റ്റിലുണ്ടായിരുന്നത് 3 പേർ. ബിന്ദു എന്ന സ്ഥലവാസിയെ കൊല്ലുമെന്ന് അയാൾ നേരത്തെ പറഞ്ഞിരുന്നു. സജിത കൊലക്കേസിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് നായ ബിന്ദുവിന്റെ വീട്ടിലും അന്ന് മണം പിടിച്ചെത്തിയിരുന്നു. സജിതയെ കൊന്നതിനു ശേഷം ഇയാൾ ബിന്ദുവിന്റെ വീട്ടിലെത്തി എന്നത് വ്യക്തമാക്കുന്ന ഒരു വിവരം. ഇതൊക്കെ നാട്ടുകാർക്കറിയാം. അതുകൊണ്ടാണ് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ആ നാട്ടിൽ ആശങ്ക പടർന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ഇയാൾ കൊലവിളി നടത്തി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം ലഭിച്ച ചെന്താമര ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി 2 പേരെയും കൊലപ്പെടുത്തുകയായിരുന്നു. ചെന്താമരയ്ക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ചെന്താമരയും ഭാര്യയും അകന്നു കഴിയുകയാണ്. ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് സജിതയാണ് എന്ന തെറ്റിദ്ധാരണ ഇയാളെ കൊലപാതകയാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. മുമ്പ് സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയം നോക്കി സജിതയെ ബോയൽ കോളനിയിലെ വീട്ടിലെത്തി ഇയാൾ കൊലപ്പെടുത്തി. തൊട്ടടുത്തൊന്നും അന്ന് ആളുകളുണ്ടായിരുന്നില്ല. എല്ലാം മനസ്സിലാക്കിയായിരുന്നു ഇയാൾ നടത്തിയ കൊലപാതകം. അന്ന് അന്വേഷണത്തിൽ തെളിവുകളും നാട്ടുകാരുടെ മൊഴികളുമൊക്കെ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു. സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ഒളിവിൽ പോയി എന്ന് പെട്ടെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് പ്രതിക്ക് വേണ്ടി പോത്തുണ്ടിയുടെ പരിസര പ്രദേശങ്ങളിലും സമീപത്തെ മലകളിലും വനത്തിലുമൊക്കെ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പരിശോധന തുടർന്നു. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ അയാളെ പിടികൂടി. കൊലപാതകത്തിന് ശേഷം മലമുകളിലെ വനത്തിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി രാത്രിയായതോടെ കാടിന് പുറത്തിറങ്ങിയ സമയം പരിസര പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തിയിരുന്ന പോലീസ് സംഘം പ്രതിയെ തന്ത്രപരമായി കസ്റ്റഡിയിലാക്കി. കുടുംബ പ്രശ്നങ്ങൾക്കും ഭാര്യ പിണങ്ങിപ്പോയതിനും കാരണം അയൽവാസികളാണ് എന്ന് തുടർന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. സജിതയെ കൊലപ്പെടുത്തിയ അതേ മോഡൽ കൊലപാതകമാണ് സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്താൻ അയാൾ അവലംബിച്ചത്. വിചാരണ നടപടികൾ പുരോഗമിക്കവേ 2 മാസം മുമ്പ് ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നു. ഇയാൾ വീണ്ടും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്തുമോ എന്ന ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു. നെന്മാറ പോലീസിൽ ഇത്തരമൊരു പരാതി നാട്ടുകാർ നൽകിയിട്ടും എന്തുകൊണ്ട് പോലീസ് തിരിഞ്ഞു നോക്കിയില്ല? ഒരു ഭരണകൂടത്തിന് ജനങ്ങളുടെ സുരക്ഷ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ലേ? മീനാക്ഷി എന്ന ഒരമ്മ
അമ്മയുടെ മുഖത്ത് നോക്കി ഇയാളെപ്പോലൊരു ക്രിമിനലിന് എങ്ങനെ അവരെ കൊലപ്പെടുത്താൻ കഴിയുന്നു? സുധാകരനെയും അമ്മ മീനാക്ഷിയെയും കൊലപ്പെടുത്തിയ ഈ ചെന്താമരയെ ഇങ്ങനെ ഇനിയും തുറന്നു വിട്ടാൽ എത്രയോ ജീവനുകൾ അപകടത്തിലാകും. നിഷ്ഠൂരമായ പല കൊലപാതകങ്ങൾക്ക് ശേഷവും തമിഴ്നാട്ടിൽ ഒരു വാക്ക് കേൾക്കാറുണ്ട്: എൻകൗണ്ടർ. പ്രതി പലപ്പോഴും പോലീസിൻ്റെ തോക്കിനിരയാകുന്ന കാഴ്ച. എന്നാൽ കേരളത്തിൽ അത്തരം കാഴ്ചകളൊന്നും നമുക്ക് മുന്നിലില്ല. നിയമ സംവിധാനങ്ങളിലൂടെ ഒരു പ്രതി കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് അയാൾക്ക് ജാമ്യം ലഭിക്കുന്നു. എന്തിനേറെ, ജയിലിൽ നിന്ന് പ്രതിയെ ഇറക്കാൻ പോലും ചില മാഫിയകൾ ഇവിടെ കളിക്കുന്നു. നിയമത്തിൻ്റെ ഏതെങ്കിലും പഴുതുപയോഗിച്ച് ഒരു പരോൾ ലഭിച്ചാൽ പുറത്തിറങ്ങി മറ്റുള്ളവരെ വീണ്ടും കൊലപ്പെടുത്തുന്നു. ഇവർക്കൊക്കെ വധശിക്ഷ നൽകുകയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ചെയ്യേണ്ടത്. കരുതിക്കൂട്ടി 2 വ്യക്തികളെ കൊലപ്പെടുത്തുക, ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ദൈന്യത. അഖില എന്ന പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും ഈ കൊലയാളി കൊലപ്പെടുത്തി കഴിഞ്ഞു. ഇനി തന്നെ കൂടി കൊന്നു തരൂ എന്ന് നിലവിളിക്കുകയാണ് കുട്ടി. ആ കുടുംബത്തിന് മുന്നിൽ എന്തുത്തരമാണ് ഈ സർക്കാരിന് പറയാനുള്ളത്, ഈ ഭരണകൂടത്തിന് പറയാനുള്ളത്? കൊലപാതകത്തിന് ശേഷം പോലീസിനെ ഒളിച്ചു കഴിയുന്ന ഈ ചെന്താമരയെ എന്തുകൊണ്ട് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഇനി പോലീസിനെ ആക്രമിക്കുകയാണ് ഇയാളുടെ ലക്ഷ്യമെങ്കിൽ കേരളത്തിലും എൻകൗണ്ടറുകൾ കൂടിയേ തീരൂ. അതുമാത്രമാണ് ഇത്തരം കൊലപാതകികളെ പൂട്ടാനുള്ള ഏക വഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.